ഹായ് ഫ്രണ്ട്സ് കേട്ടപ്പോൾ ആറാം ഒരു മാച്ച് യൂസ് ചെയ്തിരുന്നു. അങ്ങനെയായിട്ട് അവിടെ ഉള്ളവർക്കെല്ലാം മെമ്മറി ലോസായി മറന്നുപോയി. അവർ ഇപ്പം എന്ത് നടന്നത് ഓർമ്മയില്ല. അങ്ങനെ ആറാം വീണ്ടും അവിടെ പറഞ്ഞു ഓക്കെ വ്യൂ മാജിക് യൂസ് ചെയ്തു. അവിടെയുള്ള ക്യാമറയിൽ വീഡിയോസ് എല്ലാം അழிഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ അവർ വന്ന് ഇവിടെ സംസാരിച്ച മാതിരി അവർ ഉള്ളതും മറന്നു പോയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അവിടെ എല്ലാവരും മറന്നു പോയായിരുന്നു. അവർക്ക് ഓർമ്മയില്ല. ഇപ്പം എന്താ ഇവിടെ നടന്നത് അവർക്ക് ഓർമ്മയില്ല. ഞാൻ ഇത്ര നേരം എന്ത് ചെയ്താൽ മറന്നുപോയി എന്ന് അവരുടെ റിയാക്ഷൻ മാറിപ്പോയായിരുന്നു. അതെ ശരി ഓക്കേന്ന് എല്ലാം നടന്നായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു. ക്യാമറ ഒന്ന് എന്തോ ഒന്ന് ആയിന് പറഞ്ഞു. അവർ ക്യാമറ ഒന്നും എന്തോ ഒന്ന് ആയിന് പറഞ്ഞു. അത് ഇതായി വന്നായി. ശരി ഓക്കെ എന്നാൽ ഹീറോയ്ക്ക് ഒന്നുമല്ല. ഹീറോ എണീച്ച് കണ്ണ് തുറന്ന് നോക്കുക എവിടെയുണ്ട്. അയ്യോ ഞാനിപ്പോൾ എവിടെ ഉള്ളത് എന്ന് ഹീറോയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. ഹീറോ ഷോക്കെ നോക്കി എണീച്ചു വരുന്നു. ഞാനവിടെ നിന്നുകൊണ്ട് ഹായ് എന്ന് പറഞ്ഞിരുന്നു. വി ആയിരുന്നു. ഹീറോ ഷോക്കായി. വി നീ എന്താ ചെയ്യാ മാം നിങ്ങൾ എവിടെയാണ് ഉള്ളത് അല്ലേ ജിമ്മിന് പറയുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. നിങ്ങൾ 3 പേര് എന്ത് ചെയ്യാം 3 പേരല്ല 7 പേർ എന്ന് ഹീറോയെ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും വന്നു. ഹീറോയ്ക്ക് പേടിയാ തുടങ്ങി. അയ്യോ അയ്യോ ഇവരെന്തിനാ അറക്കുറയിലുള്ള അയ്യോ ഇവരെ അടിച്ചതിന് എന്നെ അടിച്ച് ചട്നിയാവും. നിങ്ങൾക്ക് എന്ത് വേണോ ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ ഹസ്ബൻഡാണോ എന്ന് പറഞ്ഞായിരുന്നു. ഹസ്ബൻഡാ ഒരു കരിഞ്ഞ സൗണ്ട് കേട്ടായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഫാത്തിമ നിനക്കെന്ത് പ്രശ്നം മച്ച് നിനക്കൊരു പ്രശ്നവും ഇല്ല അല്ലടി എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ത് പറ്റി ഇല്ല ആയിഷ ഒരില്ലടി നിനക്ക് മാരേജായി എനിക്ക് മാരേജാ എപ്പോടിയായത് നടന്ന കാര്യം പറഞ്ഞു. അയ്യോ എനിക്ക് മാരേജ് നിങ്ങൾ എന്തിനാ കിഡ്നി ചെയ്ത് വന്നത് ആയിഷ കയറിയായിരുന്നു. അതുകൊണ്ട് ആയിഷ പറയണ തുടങ്ങി സാർ നിങ്ങൾക്ക് എന്ത് പ്രശ്നവും നിങ്ങൾക്ക് സാർ നിങ്ങൾ ആരാ എന്ന് ഹീറോയ്ക്ക് കേട്ടായിരുന്നു 4 വരെ വെച്ച്. അതല്ല ബേബി ഞങ്ങൾ നമ്പർ 1 ബിസിനസ് മാൻ കൊറിയയിൽ. അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു ബോക്സിങ് ബോയ്സാണ് ബോക്സിങ് അതുകൊണ്ട് ബോക്സിങ്ങിലാണ് ടോപ്പാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ആ പേര് കേട്ടാണ് ഹീറോയ്ക്ക് ഇടിവീണായിരിക്കുക. ഇവർ കയ്യിലൂടെ അവർക്ക് ടെൻഷൻ വന്ന് അവർ ഇടിച്ച് ചമ്മാന്തി ചെയ്യും. അത് മാത്രമല്ല അവർക്ക് ടെൻഷനായി എന്ത് വേണം ചെയ്യും. അവർ ഇവിടെ ഇവരോട് വെക്കൽ അത് പറഞ്ഞു അവരെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അത് ഹീറോയ്ക്ക് പേടിയാൻ തുടങ്ങി. ഇവരാണ് അത് ഇവർക്ക് കുടുങ്ങില്ല ഞാൻ എന്ന് അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ മേടിച്ച് നോക്കുമ്പോൾ അവരെല്ലാം പെണ്ണ് കാണുന്നില്ല എന്ന് പറയായിരുന്നു. അവിടെ ഒരാളുണ്ടായിരുന്നു. വെളിയിൽ ഒരാൾ വന്നോണ്ട് ദൂരത്തിന്. അപ്പോൾ ഒരാൾ ബ്ലാക്ക് എന്ത് പ്രശ്നം ഇല്ല പെണ്ണ് കിടന്നില്ല അറിയില്ലപ്പോൾ ഒരു ബ്ലാക്ക് കാർ വന്ന് നമ്പറൊന്നുമില്ല കുറച്ചാൾ മാസ്ക് ഇട്ടിട്ട് വന്ന് നിങ്ങളെ മോളെ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞ് അവിടുത്തെ വീട്ടുകാരെല്ലാം കയറിയാൻ തുടങ്ങി. അയ്യോ നിങ്ങളെ മോളെ കിഡ്നാപ്പ് ചെയ്ത് അറിയില്ല അവരെല്ലാം തേടി തുടങ്ങി അല്ലെങ്കിൽ കണ്ടുപിടിക്കാനല്ലേ ഹീറോയിട്ട് അങ്ങനെ ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ഉള്ളത്. ഹീറോ ഫ്ലൈറ്റ് അങ്ങനെ വീടെല്ലാം കാലിയാക്കി പോയിരുന്നു. ഇപ്പോൾ വീട്ടിലും പറഞ്ഞ് അവർ വീട്ടിലും ഇല്ലായിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പോൾ വീട്ടിൽ ഹോട്ടൽ വലിയ ഫ്ലൈറ്റിലാണ് ഉള്ളായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ ഹീറോയും ഇങ്ങനെ നടന്നുകൊണ്ട് വന്ന ഹീറോയിന് മറട്ടിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഫ്ലൈറ്റിൽ കയറിയായിരുന്നു. ഫ്ലൈറ്റിൽ ഇറങ്ങി അങ്ങനെയായിട്ട് ഹീറോയിൻ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഗേൾ വന്ന് എല്ലാ സാധനവും വന്ന് കൊടുത്തിട്ട് പോയായിരുന്നു. പോയി ചേച്ചി ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അനിയത്തിയായിരുന്നു. പോതീതി ഇവിടെ എന്നാൽ ശരിയാവില്ല എനിക്ക് അയാളെ ഇഷ്ടമില്ല ഞാൻ ഇപ്പം വരാം എന്ന് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി കുറച്ച് ഒരു അങ്ങനെയായിട്ട് കുറച്ച് പഞ്ഞോട് പോയിട്ട് അനിയത്തിനെ എടുത്തോണ്ട് കുറച്ച് തറന്ന് വിളിച്ചോണ്ട് വന്നു. ദീദി നമ്മ പോയി ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞ് നീതിനുമായി ഇവരെ വിളിച്ചോണ്ട് വന്ന ഹീറോയിൻ്റെ അനിയത്തി പറഞ്ഞു എന്താ ചെയ്യുക ഇവിടെ ഇരുന്ന് ഞങ്ങൾക്കും കഷ്ടവും ഒരു വേള അവരുടെ ഫാമിലിക്കും എന്നെ ഞങ്ങളെല്ലാം ടോർച്ചർ ചെയ്ത് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഹീറോയിൻ കൂടെ ഇങ്ങനെ കൊറിയൊക്കെ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ കുറച്ച് നാൾ കൊറിയൊക്കെ എത്തിയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിട്ട് അങ്ങനെ ഹീറോയിൻ്റെ അനിയന്മാർ എണീറ്റ് വരാതെ അപ്പോൾ അവർ പറയാം ജങ്കൊക്കെ പറയാതെ ബാ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് 3 പേരെടുത്ത് ഹീറോയ്ക്ക് ടെൻഷൻ. ഹീറോ അവർ നോക്കി മുറക്കായിരുന്നു ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അവർ കോളേജ് സ്കൂൾക്കെല്ലാം കൂട്ടിയായിരുന്നു. ഹീറോയിനെ വെച്ച് ടോർച്ചർ ചെയ്ത് ഹീറോയ്ക്ക് ടെൻഷനായി മിണ്ടാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ വെച്ചിട്ട്. അങ്ങനെ ഹീറോ എങ്ങനെ അവർ കുറച്ച് ഹീറോയ്ക്ക് പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ ജോലിയായിട്ടിരിക്കുന്നത് ഇതുവരെ ഹീറോയിൻ്റെ ഫാമിലി തേടിയുണ്ട്. അങ്ങനെയായിട്ട് അവർ 3 കുട്ടികളെ കാണുന്നില്ലാന്ന് കരഞ്ഞ് തേടുമായിരുന്നു. അവർക്കൊന്നും കിട്ടില്ല എല്ലായിരുന്നു. ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ട്. അവോ സമാധാനം അവൾ പോയി തോന്നുന്നില്ല അതേ മതി എന്ന് ഹീറോയുടെ ചേട്ടൻ ശരി എനിക്കൊരു ബിസിനസ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോകുന്നു പറഞ്ഞ് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ അമേരിക്കയൊക്കെ പോകുന്നത് ഇല്ല എനിക്ക് അമേരിക്കയിൽ ലണ്ടനും കിട്ടും ഞാൻ ഇല്ല അമേരിക്കയിൽ ലണ്ടനിൽ പോകുന്നത് ഹീറോയിൻ്റെ ചേട്ടൻ മുങ്ങിപ്പോയി അവരുടെ വൈഫിനെടുത്തോണ്ട് ഒരു മുങ്ങൽ. അത് ഹീറോയിൻ്റെ ചേട്ടൻ ലവ് മാരേജാണ്. വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യില്ല. ലാസ്റ്റ് ടൈമിൽ അക്സെപ്റ്റ് ചെയ്താണ് ഒരു മോൻ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്നതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് മുങ്ങിയായിരുന്നു. ഹീറോയി ഉള്ള സ്ഥലത്തേക്ക് വന്നായിരുന്നു. ഹീറോയി ഷോക്കായി ചേട്ടാ നീ എന്താ ചെയ്യുക നിൻ്റെ ഹസ്ബൻഡ് കമ്പനിയാണ് ജോലി ചെയ്യുക ചേട്ടനക്കറിയോ
ആ ഇതില്ല പിള്ളേ എനിക്ക് ഓൾറെഡി അറിയും. ആനെ പറഞ്ഞ് എനിക്ക് ജോലി കിട്ടിയത് ആ കമ്പനിയില്ല. ഓൾറെഡി നിൻ്റെ അറിയും എനിക്കറിയും എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടൻ ഓൾറെഡി നോക്കിയായിരുന്നു. ജങ്കുക്കിന് ആറവനെ കണ്ട പിന്നെ മനസ്സിലായിരുന്നു ഇവർ ആ കമ്പനി CEO ആണല്ലോ ഫേമസ് കൊറിയയിൽ. അപ്പോളെ കണ്ടിട്ട് അതുകൊണ്ട് അറിഞ്ഞിട്ട് ഞാൻ വേണമെന്ന് അവർ സംസാരിക്കുന്നത് എനിക്ക് കുറേ ലാംഗ്വേജ് അറിയും. അവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വേണമെന്ന് ഏണി വെച്ചത് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോ ഭയങ്കര ഹാപ്പിയാകും. ചേട്ടൻ കൂടെ ആയിരുന്നു. ഹീറോയ്ക്ക് കുറേ ദിവസം കഴിഞ്ഞ് ബേബീസ് ജനിച്ചായിരുന്നു. 8 ബേബീസാണ്. ഒരു ഗേൾ ബേബി 7 ബോയ് ബേബീസ്. ഹീറോയ്ക്ക് മുറയ്ക്ക് ടെൻഷനായിരുന്നു. ഇവർ വെച്ച് ഞാൻ എന്ത് ചെയ്യാം മേയ്ക്കാൻ പോകുന്നത് 3 പേരും മുടി വെച്ച് വഴിക്കായിരുന്നു. വീണ് ജങ്കുക്കനെ ജിമ്മിന് ഓടുന്നു. ജിമ്മിനെ പിടിച്ച് മറട്ടായിരുന്നു. മറിയാതെ കുട്ടികളെ നോക്കുന്നു പണി നോക്കുന്നു. ഹീറോ കോളേജിൽ പോയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയുടെ ഫാമിലിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർക്ക് ടെൻഷനായിരുന്നു. ഹീറോയുടെ ചേട്ടൻ ഭയങ്കര ഹാപ്പിയായി ജോലിയായിട്ടുണ്ടായിരുന്നു. ഞാൻ ലണ്ടനിലേക്ക് പോവാം. എന്തിനാണ് ചേട്ടാ ഈ ലണ്ടനിലേക്ക് പോകുന്നത്? ലണ്ടനിക്ക് അവർ വരാൻ പോവാം. ഞാൻ ലണ്ടനിൽ ജങ്കു കമ്പനിക്ക് പോകാൻ പോകുന്നത്. ജങ്കുക്ക് ഒരു കമ്പനി ലണ്ടനുണ്ടായിരുന്നു. അവിടേക്ക് പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫാമിലി വന്ന് കേൾക്കുമ്പോൾ നല്ലുണ്ട് ഇല്ലടാ എൻ്റെ അനിയത്തിൻ്റെ കാണുന്നില്ല എന്ന് അവർ ഫാമിലി കയറിയായിരുന്നു. എന്തിനാ എൻ്റെ അനിയത്തിൻ്റെ സ്വത്ത് വേടത്തി വേണ്ടിയില്ല. ഹീറോയിൻ്റെ സ്റ്റെപ്പ് ഡാഡി അങ്കിളാണ്. സ്വന്തമായി അച്ഛനമ്മയില്ലായിരുന്നു. ഒരു അങ്കിൾ ആൻറ്റിയായിരുന്നു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞാൽ അവർക്ക് കുട്ടികളില്ല. ഗേൾ മതില്ല, ബോയ് ബേബിയൊന്നും ഇല്ല. അങ്ങനെ ഹീറോയുടെ ചേട്ടൻ സ്വന്തം മകന് മാറി നോക്കാറ്. എന്ത് പറഞ്ഞവർ ചിരിച്ചിരി പോയത്. അങ്ങനായിട്ട് ലണ്ടൻ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി ബേബീസിനെ കൊണ്ട് ജോലിയായിട്ട് ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 7 പേര് ഓരോന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഹീറോ മാജിക് പവർ അവരുണ്ടായിരുന്നു. അത് മാത്രമല്ല ഹീറോയ്ക്ക് ഒരു പവർ വന്നായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എന്തിനാ എനിക്ക് പറക്കാൻ പറ്റൂ? അങ്ങനെ 7 പേർ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എല്ലാ പവറും യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് ഹാപ്പിയായി ഫാമിലി കൂടെ ജോലിയായിട്ടായിരുന്നു. അങ്ങനെയായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഉറക്കമായിരുന്നു. കണ്ണ് തുറന്ന് ഞെട്ടി. അയ്യോ ഇതൊക്കെ ഡ്രീമാണോ? എന്തേത് റിയൽ ആയിട്ടുണ്ടല്ലോ. എടാ മോളെ എന്ത് പറ്റി? 3 താസം നീ എന്ത് ഉറങ്ങുന്നതാണോ? ഇല്ല അമ്മ ഇതൊരു ഡ്രീമാണ്. ഹാപ്പി എൻഡിങ്.